തള്ള ലുക്ക്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആരും കാണത്തില്ലുണ്ട് കാണുന്നുണ്ട്. അപ്പൊ കുറെ നാളോട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇടണമെന്ന്. ഒരു ലോങ് വീഡിയോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ ഓണമൊക്കെ വരുമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാം കൊണ്ടും നല്ല ടൈമിങ്. അപ്പം വലിയ ഗെറ്റ് റെഡി വിത്ത് മീ, വലിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. നമ്മുടെ കയ്യിലുള്ള സാധാ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ ഒന്ന് ഒരുങ്ങി ഒരു ലുക്ക്, അത്രേ ഉള്ളൂ. അപ്പം വീഡിയോയിലോട്ട് ഒരു തള്ള ലുക്ക്. എനിക്ക് സലാം, ഇതൊന്നും ചെയ്ത് പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് അതിനാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ ഇടുന്നത് മോയ്സ്ചറൈസർ ആണ്. നമ്മൾ സൺസ്ക്രീൻ ആണ്, പക്ഷേ സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്തു. വെറുതെ ഞാൻ ഒരു പണി ഇല്ലാണ്ട് ഇരിക്കുക. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൗസ് മാത്രമേ ഉള്ളൂ, അടിയിലോട്ട് വീട്ടിലിടുന്നതാ. അപ്പം ഒരു മെനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ ഇട്ടത്. അപ്പം നമ്മൾ വെളിയിലോട്ട് പോകുന്നില്ല, അപ്പം സൺസ്ക്രീൻ സ്കിപ്പ്. അടുത്തത് നമ്മൾ ഇടുന്നത് പ്രൈമറാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇത്ര സാധനമുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഓരോരുത്തർ വീഡിയോ ഇടുന്ന കാണുമ്പോൾ നമുക്ക് കൊതി തോന്നി നമ്മൾ ഇങ്ങനെ പൈസ ഇങ്ങനെ ശേഖരിച്ച് മേടിച്ച് വെക്കും. പക്ഷെ ഒന്നും ഉപയോഗിക്കത്തില്ല. എൻ്റെ കയ്യിൽ എനിക്കൊന്നത് എത്രയോ നാളും കൊണ്ടിരിക്കും. ഞാൻ ഇതൊരു ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചില്ലയോ, 4 പേര് കാണട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീട് തന്നെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ പ്രൈമർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അയ്യോ, അതാണ് ആവശ്യത്തിന് നോക്കി ഒന്നും കാണത്തില്ല. അല്ലാത്ത സമയം ഇവിടെ എല്ലാം അത് കിടക്കുന്നതാണ്. അപ്പം നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ എടുക്കുന്നേ. ഇതിലോട്ട് ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ എല്ലാം ഇങ്ങനെ തോന്നുമ്പോൾ മേടിക്കും എന്നിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത്? ഞാൻ ഉരുകുക, കാരണം ഫാൻ ഇട്ടാൽ ഭയങ്കര സൗണ്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് ഫാൻ ഇടുന്നില്ല. അതുകൊണ്ട് ഉരുകുക. അയ്യോ, മിക്കവാറും ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഉണ്ട്, ഇതും അതുപോലൊരു കഥയാണ്. ഇങ്ങനെ എല്ലാവരും മേടിക്കുന്ന കണ്ടിട്ട് ഞാനും മേടിച്ച, പക്ഷെ കഥയൊന്നുമില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഓവറായിട്ട് ഇങ്ങനെ എനിക്ക് ഒട്ടിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പം നമ്മൾ സാധാരണ എന്താ ഒരു ചെറിയ ഇത് എന്തുവാ ഇത്, ഒരു പടുവറോ അല്ലെങ്കിൽ കൺമഷി, ലിപ്സ്റ്റിക്ക്, ഇത്രയും വെച്ചിട്ട് നമ്മൾ കാര്യം സെറ്റാക്കും. പക്ഷേ എനിക്കിങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് തന്നെ അറിയത്തില്ല. എല്ലാം ഒരു പരീക്ഷണത്തിൻ്റെ പുറത്താണ്. പിന്നെ നിങ്ങൾ മുടി കെട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എനിക്കൊരു സ്വഭാവമുണ്ട്, ദേഹം കുളിക്കുവാണെങ്കിൽ തല കെട്ടിവെക്കും, മുടി തന്നെ എനിക്കിഷ്ടമല്ല. പിന്നെ നോക്കിയപ്പോൾ മുടി അഴിച്ചിട്ടാലും ഒരു മെനയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കെട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീലർ, ഈ കൺസീലർ വെച്ചിട്ട് ഞാനൊരു ഹാക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു ഹാക്ക് കണ്ടതാണ്, അപ്പം അത് ചെയ്ത് നോക്കാം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പറായിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചതാ. നമുക്ക് നോക്കാം. എല്ലാം ഫേക്കാന്നേ. നമ്മൾ എനിക്കൊന്നും തോന്നില്ല. ചാമ്പി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് അപ്പുറത്തും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ എന്തോ കാണിക്കുന്നതെന്ന് എനിക്കൊരു ബോധവും ഇല്ല. എന്തൊക്കെയോ കാണിച്ചു വെക്കുക പൊട്ടത്തരങ്ങൾ. നിങ്ങൾ ഇത് കണ്ടിട്ടൊന്നും ഇരിക്കാൻ നിൽക്കരുത്. ഞാൻ ഇത്രയും വിളവളാന്ന് സംസാരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആരും കാണത്തില്ലുണ്ട്. കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ പപ്പയോ, അമ്മയോ പപ്പയോ, പിന്നെ
രണ്ട് മൂന്ന് ഫ്രണ്ട്സും കാണും. കാരണം അവർക്ക് എന്നെ ഏറി കയറ്റാൻ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അവർ എൻ്റെ ഈ കോണ്ടന്റിൽ നിന്ന് അവരുണ്ടാക്കും. അപ്പം അത് കഴിഞ്ഞു. ഫൗണ്ടേഷന്, കൺസീലർ, എൻ്റെ അമ്മേ ഒരുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൂസ് പൗഡർ ഒന്നും, നമ്മൾ കോമ്പാക്റ്റോ ലൂസ് പൗഡേഴ്സോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ സാധാ പോൺസിൻ്റെ പൗഡർ ഉപയോഗിക്കും. ഒരു മെനയും വരില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ട എൻ്റെ അമ്മേ. അത് കഴിഞ്ഞിട്ട് പീലി കിട്ടി. നിങ്ങൾക്ക് ഈ ഒരു പോകുന്നില്ല. അപ്പം ഈ പീലി വീണാല്, പീലി നമ്മുടെ കൺപീലി പൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മളത് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നടക്കൂന്ന് ഇങ്ങനെ ഞാൻ ഇപ്പോഴും ചെയ്യും. പക്ഷെ ഈ പീലി പോകുന്നില്ല. അവിടെയും ഗതികേടായിരിക്കും. ഞാൻ എന്തൊക്കെയോ ഒന്ന് പറയുമല്ലേ, എന്തുവാ പറയുന്നത് എനിക്കെന്നെ ഒരു ബോധമില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും ഒരു ബോധമില്ലാണ്ടാ സംസാരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, മേളിൽ എഴുതുന്നില്ല, താഴെ മാത്രം. എൻ്റെ നല്ല ഉണ്ട കണ്ണ, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. നമ്മൾ എൻ്റെ കൂട്ട് വലിയ കണ്ണുള്ളവർക്ക് ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ മൊത്തത്തിൽ കണ്ണടയത്തില്ല. ഇങ്ങനെ പേടിയാവും. കാരണം നേരെ കാണുന്നവർ വിചാരിക്കും ഉറങ്ങിയിട്ടില്ലെന്ന്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ കണ്ണുകൊണ്ട് ഇതാക്കും. പിന്നെ നമ്മൾ മേലില് എന്തൊക്കെ ചെയ്തിട്ടൊരു മെന വരുന്നില്ലല്ലേ. അത് കഴിഞ്ഞിട്ട് 30 രൂപയുള്ളൂ. ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച ലവ് കുഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കടയുണ്ട്. അപ്പം അവിടെ നിന്ന് മേടിച്ച് 30 രൂപയുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഈ ഐബ്രോ പെൻസിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തോ ബുക്കോ എന്തോ മേടിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്ന് കണ്ട അത് എടുത്ത് മേടിച്ച്. നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഈ റിവ്യൂസ് ഇടുന്നവരെ ആരെയും വിശ്വസിക്കരുത്. കാരണം അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ച് എനിക്ക് ഒരു പ്രയോജനവും വന്നിട്ടില്ല. എന്തിനാ ഞാൻ മേടിച്ചതെന്ന്. ലിപ് ബാം. ഈ ലിപ് ബാം 30 രൂപയുള്ളൂ. ഇതിന് 30 രൂപയുള്ളൂ. എൻ്റെ കയ്യിൽ സുഡിയോയുടെ ഉണ്ട്, ഇതും ഉണ്ട്. സുഡിയോടത് ഉപയോഗിക്കരുത്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പക്ഷെ ഇത് നല്ല സാധനമാണ്. ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെറുതെ പൈസ മുടക്കി ഇതൊന്നും മേടിക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ മിക്കവരും ഈ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ അവരുടെ പ്രൊഡക്ട്സിനെ വിലയിരുത്താൻ. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടി ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെറിയ രീതിക്കുള്ള സാധനങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ, അതായത് സാധാ യൂസ് ചെയ്യുന്നത്. അതേ കൂട്ട് വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണെങ്കിൽ അവരുടെ ക്വാളിറ്റി, ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയും കൂടും. അപ്പം ഇതുണ്ട, ഇതൊക്കെ എൻ്റെ കയ്യിൽ. ഇതൊക്കെ എന്ന് മേടിച്ചെന്നറിയാമോ? ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഈ വെള്ളം പോകുമ്പം നമ്മുടെ സോപ്പ്, മറ്റേ ഡിറ്റർജൻ്റ് ഉണ്ടല്ലോ, ലിക്വിഡ്, അത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ആക്കിയാൽ മതി. ഇതിനെക്കാട്ടിൽ സെറ്റ്, അല്ലെങ്കിൽ ഹാൻഡ് വാഷ്, ഇതിനെക്കാട്ടിൽ സെറ്റായിട്ട് പോകും. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ ആണ്. എന്തിനാ അടിക്കുന്നത് എനിക്കറിയത്തില്ല, കാരണം ഒന്നും ഇട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല. എന്നാലും ഒരു വഴിക്ക് പോവല്ലേ. സൂപ്പറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഞാൻ എല്ലാം മറന്നുപോയി. ലിപ്സ്റ്റിക്ക് നല്ല റെഡാ, അതിടാം.
ഈ റെഡ്, അയ്യോ ഇത് കൊള്ളത്തില്ല. പാതി ഞാൻ വിയർക്കുക, പിന്നെ ഇത് ഒലിച്ച് വരുന്നുണ്ട്. ചടങ്ങാവും ഇത്. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ മേടിച്ച സാധനം, ഈ ഹൈലൈറ്റർ. എനിക്ക് ഇതെല്ലാം ഞാൻ റിവ്യൂ ആണ്. പക്ഷേ ഇതൊക്കെ ഒരു ഞാൻ കാണിച്ചു ഒരു പ്രയോജനം ഇല്ല. കണ്ടോ? തോന്നുന്നില്ല. എല്ലാവരും എന്നെ ചാമ്പുവാണ്. ഇത് നിങ്ങളിതൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം ഇതായാൽ മതി. ഇതിന്റെ അടിയിൽ വന്നിട്ട് അയ്യേ ഇതെന്തുവാ കമന്റ്, അങ്ങനത്തെ കമന്റുകളൊന്നും നമ്മൾ വിടരുത്. ഇങ്ങനൊന്നും അല്ല ചെയ്യുന്നേ. എനിക്കറിയാം ഇങ്ങനൊന്നും അല്ല ചെയ്യുന്നേന്ന്. ഇത് എന്റെ സന്തോഷം. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പലതും ചെയ്യണം എന്നാണല്ലോ. അപ്പൊ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. കുറച്ചൊക്കെ തിളക്കമുണ്ട്. നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എവിടൊക്കെയോ തിളക്കമുണ്ട്. നമുക്ക് കണ്ണിൻ്റെ അടിയിലൂടെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ പരീക്ഷിക്കുന്നേ. ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ബ്ലഷ് നമ്മുടെ കയ്യിലില്ല. ആവശ്യമുള്ളതൊന്നും നമ്മൾ മേടിക്കത്തില്ല. ഈ ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഷ് ഇടാൻ പോകുന്നത്. ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാ. മണ്ടബുദ്ധിത്തരം കാണിച്ച് ഹൈലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. ഒരു ചുമന്നിരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ കാട്ടുവശങ്ങളിലോട്ട് ഇവിടെ മതിയല്ലേ. എല്ലാം ഓവറാക്കണ്ട, എല്ലാം ഓവറാ. നമ്മളിത് കൈവച്ചിട്ട് തന്നെ കൊളവാക്കി. നേരത്തെ ഒരു മേന ഉണ്ടായിരുന്നു, ഇപ്പൊ ചുമന്നിരിക്കുന്നു. തക്കാളിയോ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മുഖത്തുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഇടരുത് ഗൈസ്, ഇതും കൊള്ളത്തില്ല. നിങ്ങൾ ചെറിയ രീതിക്ക് വല്ല ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത്, ഇതൊന്നുകൂടെ വേണമെങ്കിൽ ഇടാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ തിളങ്ങിയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ ധൃതിക്ക് ചെയ്യുമ്പോൾ ഒന്നും ശരിയാവത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നു, കഴുത്തലിടാൻ മറന്നു. ഇത് ഒരുപോലെ ഇരിക്കുന്നു, ഇത് വേറെ രീതിക്കും ഇരിക്കുന്നു. നിങ്ങളിതൊന്നും ചെയ്യരുത്. ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ഒരുങ്ങി പൊട്ടിടണമെന്നുണ്ട്, പക്ഷെ പൊട്ടിട്ട് എനിക്ക് ചേരത്തില്ല. അതാ ഞാൻ പൊട്ടിടാത്തെ. എന്നാലും നമുക്ക് പൊട്ടിട്ട് നോക്കാം. എല്ലാത്തിനും ഉണ്ട് ഈ ഹാക്കുണ്ട്. പൊട്ട് കറക്റ്റ് വട്ടത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹാക്ക് കണ്ടതാണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഇരിക്കുന്നു? എവിടെ പരിപാടിയപ്പോൾ തിരിപ്പച്ച നമുക്ക് സാധാരണ ഇടാല്ലേ. അഹങ്കാരം കാണിക്കരുത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചേരത്തില്ല. അപ്പം നമുക്ക് പൊട്ട് വേണ്ട. അപ്പം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. മുടിയും കൂടെ കെട്ടാല്ലേ. ഒരു മിനിറ്റ്, ഞാൻ മുടിയും കൂടെ ഞാൻ ഒലിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് കമ്മൽ. ഇതിൽ ഏത് കമ്മലാണെന്ന് ഞാൻ ഈ കമ്മൽ സ്വർണ്ണക്കമ്മൽ തന്നെ ഊരുന്നത് വല്ലപ്പോഴും. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഓക്സിഡൈസ്ഡ് കാര്യങ്ങളാണ് ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഗോൾഡൻ ജിമിക്കാസ് ഒന്നുമില്ല. നമുക്ക് രണ്ടും ഇട്ട് നോക്കാം. ഇത് ചേരുന്നില്ല. എനിക്ക് വലിയ കമ്മലുകളൊന്നും അധികം ചേരത്തില്ല. ഇത് നോക്കാം.
എനിക്ക് രണ്ടും ഒരുപോലെ, രണ്ടും കൊള്ളത്തില്ലെന്ന്. ഇതാണെന്ന് തോന്നല്ലേ. അയ്യോ, ആദ്യമായിട്ടാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്ന. ഇട്ടിട്ട് വേഗം വേഗം മുടുക്കിയായി. അപ്പം ഒലിച്ചിറക്കും ഞാൻ. ഭയങ്കര ആവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവി പോയി. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഒരുങ്ങി കഴിഞ്ഞ് കണ്ടാൽ തോന്നത്തില്ലല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ആദ്യമായിട്ട് അല്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. എനിക്കെന്തോ പറയണ്ടേന്നും അറിയത്തില്ല. ഓവറായില്ലേ കുറച്ച് മേക്കപ്പും സംസാരവും എല്ലാം. അത്രയേ ഉള്ളൂ. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പം ബൈ.